to our channel Sanju Punu's Vlog. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ പോകാൻ പോകുന്നത് മ്യൂസിയം ഓഫ് ഇല്യൂഷൻ ഖത്തറിലാണിത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. നമ്മളിപ്പോൾ മ്യൂസിയം ഓഫ് ഇല്യൂഷനിലേക്ക് പോകുന്ന വഴിയാണ്. ദോഹ കോർണിഷിന് അടുത്തായിട്ടാണുള്ളത്. 8 മാളിൻ്റെ ഉള്ളിലാണ് ഈ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിപ്ലോമാറ്റിക് സ്ട്രീറ്റ്. അവിടെ മോസ്റ്റ്ലി ഗവൺമെൻറ് ഓഫീസസ് ഒക്കെ ഉള്ളത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ലക്ഷറി ബിൽഡിങ്സ് ആണ്. നമ്മൾ ഗേറ്റ് മാളിൽ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് ഗേറ്റ് മാളിൻ്റെ വ്യൂ. ഇപ്പോൾ ഇവിടെ ഒരു സിൽവർ സ്റ്റാച്യു ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഞങ്ങൾ ഗേറ്റ് മാളിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവാണ്. കാണുന്നതാണ് മാരിയറ്റ് ഹോട്ടൽ. ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതാണ് ഗേറ്റ് മാളിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. മ്യൂസിയം നെക്സ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. മ്യൂസിയത്തിലേക്ക് എൻട്രി ആവാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എൻ്റർ ആയി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇല്യൂഷൻ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, നമ്മൾ ഏത് സൈഡാണോ വാക്ക് ചെയ്യുന്നത് ആ ഐ നമ്മളെ തന്നെ ഫോളോ ചെയ്യും. ഈ ടൈപ്പ് ഇല്യൂഷൻസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് താനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നിക്കും. ഈ ഇല്യൂഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് മിററിൻ്റെ 2 സൈഡിലും 2 പേര് നിൽക്കുമ്പോൾ ആ 2 പേരുടെയും ബോഡി പാർട്സ് കമ്പൈൻ ആയിട്ട് അത് ഒരാളായി കാണിക്കും. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഞാനും പൊന്നുമാണ് ഉള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും, ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഒരു പിക്ചർ നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു നമ്പർ പസിൽ മാതിരിയാണ് നമുക്ക് ഫസ്റ്റ് കാണുക. പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ വ്യൂ ഓഫ് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു പിക്ചറായിട്ട് ഇത് തെളിയുന്നുണ്ട്. ഈ റൂമിൻ്റെ 2 ഭാഗത്തും നമ്മൾ 2 കോർണേഴ്സിൽ നമ്മൾ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ ഇത് കുറേ ഹൈറ്റ് ഡിഫറൻസ് കാണിക്കും. ടൈപ്പ് ഇല്യൂഷൻസ് വീഡിയോയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി പോയിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടൈപ്പ് ഇല്യൂഷനിൽ നമ്മൾ അവിടെയുള്ള ആ ഒരു പോയിന്റിൽ നമ്മളൊരു 30 സെക്കൻഡ്സ് നമ്മൾ കറക്റ്റ് ആ പോയിന്റിൽ മാത്രം നോക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളെ കൈ നോക്കിയാൽ നിങ്ങൾക്കത് മൂവ് ചെയ്യുന്ന പോലെ കാണും. ഈ വീഡിയോയിൽ അത് കാണില്ല, പക്ഷെ നിങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ട് അത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ ഇല്യൂഷൻ നിങ്ങൾക്ക് കണ്ട് ഇത് 3D പോലെ തോന്നും, പക്ഷേ ഇത് 3D അല്ല. ഇത് നോർമൽ സർക്കിളാണ്, പക്ഷെ ഇത് നമുക്ക് ദൂരത്ത് നോക്കി ഇതൊരു 3D ഷേപ്പ് പോലെ തോന്നും. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ ഈ 2 ബോക്സസും ഡിഫറെൻറ്റ് സൈസായിട്ട് നിങ്ങൾക്ക് തോന്നും.
പക്ഷേ ഈ പീസ് നമ്മൾ അതിന് മുകളിൽ വെച്ച് നോക്കി ഇത് രണ്ടും സെയിം ആണ്. ഇതും ആ സിമിലർ ടൈപ്പാണ്. ആണ്. നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ നല്ല നല്ല ഇല്യൂഷൻസ് ഈ മ്യൂസിയത്തിനുള്ളിലുണ്ട്. ഈ മ്യൂസിയത്തിലെ ബെസ്റ്റ് അട്രാക്ഷൻ ഇവിടെയാണ്. So please go and enjoy the place. ആ ബ്രിഡ്ജ് ഷേക്ക് ആവുന്നൊരു ഫീൽ ഉണ്ടാവും. ഞാൻ നടന്നപ്പോൾ എനിക്ക് തലചുറ്റലും പിന്നെ വീഴുന്ന പോലെയുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിവേ നൈസ് എക്സ്പീരിയൻസ്. ജസ്റ്റ് ലൈക്ക് റുബിക്സ് ക്യൂബ്. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
റൂമിൽ ഞങ്ങൾ വെറുതെ നിന്നതാണ്. പക്ഷേ ഈ ഫോട്ടോ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കൊരു ഫീലിംഗ് നമ്മൾ തൂങ്ങി നിൽക്കുന്ന ആ ഒരു വ്യൂ കിട്ടും. അപ്പോൾ അവിടെ കൊടുത്ത ആ ഫസ്റ്റ് പിക്ചർ ഞങ്ങൾ റിയാലിറ്റിയിൽ നിന്നതാണ്. പിന്നെ രണ്ടാമത്തേതെല്ലാം നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന പിക്കാണത്. അങ്ങനെ ഇപ്പം നമ്മൾ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസിൽ നിന്ന് പുറത്തിറങ്ങി. വെറൈറ്റി ടൈപ്പ് ഓഫ് ഇല്യൂഷൻ. ഇത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലല്ല, ഇത് മോളിൻ്റെ ഒരു സൈഡിലാണ്. ഇവിടെ നമുക്ക് കാണിക്കുന്നത് നമ്മൾ ഇവിടുത്തെ എമീറിൻ്റെ ഫോട്ടോവും പിന്നെ എമീറിൻ്റെ ഫാദറിൻ്റെ ഫോട്ടോവും ആണ്. സോ നിങ്ങൾക്ക് ഒരു സൈഡിൽ പോയാൽ എമീറിൻ്റെ ഫാദറിനെ കാണാം, വേറൊരു സൈഡിലേക്ക് വന്നാൽ എമീറിനെ കാണാം. പക്ഷെ നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ലൈൻ ഒരു ഡിസൈൻ ആയിട്ടേ തോന്നും. അപ്പോൾ നമ്മളിവിടെ നിയർലി 2 hours സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇല്യൂഷൻ ഡീറ്റെയിൽസ് വീഡിയോയിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാവുമില്ല. ബെറ്റർ നിങ്ങൾ നേരിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയം ഓഫ് ഇല്യൂഷന് പുറത്തിറങ്ങി. ഇത് അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും രസം. സോ ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ and click the notification